വയനാട്ടിലേക്ക് വടക്കൻ മേഖലാ ജാഥ എത്തുകയാണ്. അപ്പോൾ ഏത് രീതിയിലാണ് നിങ്ങളുടെ വയനാട് സ്വീകരിക്കാൻ പോകുന്നതെന്നറിയാം. പി വി ജോഷിലുണ്ട്. ജോഷില, ഗുഡ് മോർണിംഗ്. യെസ്, ഏത് രീതിയിലാണ് വയനാട് വടക്കൻ മേഖലാ ജാഥയെ സ്വീകരിക്കാനായി തയ്യാറെടുക്കുന്നത്? വയനാടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിരവധി വിഷയങ്ങളുണ്ട്. മറ്റു ജില്ലകൾ സംസാരിക്കാത്ത പല വിഷയങ്ങളും സംസാരിക്കാനുള്ള ജില്ല കൂടെയാണ് വയനാട്. അപ്പോൾ ഏത് രീതിയിലായിരിക്കും വികസന മുന്നേറ്റ ജാഥയുടെ പ്രയാണം വയനാട് ജില്ലയിൽ? നവകേരള മുന്നേറ്റത്തിലൂടെ വികസനങ്ങൾ യാഥാർത്ഥ്യമാക്കിയ ഇടതുപക്ഷ മുന്നണിയുടെ വികസന മുന്നേറ്റ ജാഥയാണ് വയനാട്ടിലേക്ക് കടക്കാൻ പോകുന്നത്. വയനാട്ടിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് വികസനങ്ങൾ, അതായത് വയനാട് ജില്ല പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വികസനങ്ങൾ നടപ്പിലാക്കിയ ഒരു ജില്ല കൂടിയാണ് വയനാട് ജില്ല. തുരങ്കപാത, അതുപോലെ തന്നെ മുണ്ടക്കൈ ദുരന്തബാധിതർക്കായി ടൗൺഷിപ്പ് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് വികസന മുന്നേറ്റങ്ങളുമായി ദുരന്തബാധിതരെ കയ്യിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോയ ഇടതുപക്ഷ സർക്കാരിൻ്റെ ജാഥയാണ്. ഇടതുപക്ഷ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള ജാഥയാണ് വയനാട്ടിലേക്ക് കടക്കാൻ പോകുന്നത്. നമുക്കറിയാം, എല്ലാ തരത്തിലും വയനാട് ഒരു തരത്തിലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വികസന മുന്നേറ്റങ്ങളാണ് വയനാട്ടിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയോടുകൂടി, ഏറെ സന്തോഷത്തോടുകൂടി തന്നെയാണ് വയനാട് ഈ ജാഥയെ വരവേൽക്കാൻ പോകുന്നത്. എം വി ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന ജാഥ ഇന്ന് വയനാട് അതിർത്തിയിൽ പ്രവേശിക്കും. വയനാട് അതിർത്തിയിൽ നിന്നും ജാഥയെ വരവേറ്റുകൊണ്ട് പിന്നീട് മാനന്തവാടിയിലേക്കാണ് ജാഥയുടെ ആദ്യ സ്വീകരണം നടക്കുക. നമ്മളോടൊപ്പം LDF വയനാട് ജില്ലാ കൺവീനറും അതുപോലെ തന്നെ CPIM സംസ്ഥാന കമ്മിറ്റി അംഗവുമായ CK ശശീന്ദ്രൻ നമ്മുടെ കൂടെയുണ്ട്. ജാഥയുടെ ഒരുക്കങ്ങൾ അദ്ദേഹം നമ്മളോട് വിശദീകരിക്കും. മാത്രമല്ല, ജാഥ ഇവിടേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, ആവേശം ഒക്കെ തന്നെ ജനങ്ങളിൽ അത് എത്രമാത്രം പ്രതിഫലിക്കുന്നു എന്നുള്ള കാര്യം കൂടി അദ്ദേഹം നമ്മളോട് വിശദീകരിക്കും. ശശിയുടെ ജാഥയുടെ ഒരു മുന്നൊരുക്കങ്ങൾ എന്ന് പറയുന്നത് അത് എവിടെ വരെ എത്തി? ജാഥ വരാൻ പോവുകയാണ്. LDFിൻ്റെ വികസന മുന്നേറ്റ ജാഥയ്ക്ക് വളരെ ആവേശകരമായ സ്വീകരണമാണ് വയനാട്ടിൽ ഒരുക്കിയിട്ടുള്ളത്. വടക്കൻ മേഖലാ ജാഥ ഇന്നും നാളെയും വയനാട് ജില്ലയിൽ പര്യടനം നടത്തും. ഗോവിന്ദ മാസ്റ്റർ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥയ്ക്ക് വയനാട് തലപ്പുഴയിൽ LDF നേതാക്കൾ വരവേൽപ്പ് നൽകും. തുടർന്ന് മാനന്തവാടി മണ്ഡലത്തിൻ്റെ സ്വീകരണം മാനന്തവാടി ഗാന്ധി പാർക്കിലും, ഇന്ന് തന്നെ വൈകുന്നേരം 6 മണിക്ക് സുൽത്താൻ ബത്തേരിയിലും ജാഥയ്ക്ക് ആവേശകരമായ സ്വീകരണം നൽകും. നാളെ രാവിലെയാണ് കൽപ്പറ്റയിൽ സ്വീകരണം ഒരുക്കിയിട്ടുള്ളത്. രാവിലെ 8:30 ജില്ലയിലെ പൊതുപ്രവർത്തകരും ജനനേതാക്കളുമായിട്ട് ജാഥാ ക്യാപ്റ്റൻ അഭിമുഖം നടത്തുന്നുണ്ട്, മുഖാമുഖം പരിപാടി നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ കൽപ്പറ്റയിലെ ജാഥാ സ്വീകരണത്തിന് ശേഷം മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ടൗൺഷിപ്പ് ജാഥാംഗങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. ഏറെ അഭിമാനത്തോടു കൂടിയാണ് ജാഥയെ വയനാട്ടിലേക്ക് സ്വീകരിക്കുന്നത്. വയനാട് മെഡിക്കൽ കോളേജ് വലിയ രീതിയിൽ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒട്ടേറെ ആധുനിക ചികിത്സാ സമ്പ്രദായങ്ങൾ അവിടെ ആരംഭിച്ചു കഴിഞ്ഞു നമുക്ക് കാണാൻ വേണ്ടി കഴിയും. തുരങ്കപാത 2043 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് വയനാട് ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപാത. അത് വയനാടിൻ്റെ വികസനത്തിൽ മാത്രമല്ല, കേരളത്തിൻ്റെയും ദക്ഷിണ ഇന്ത്യയുടെയും വികസനത്തിൽ വലിയ സംഭാവനകൾ നൽകും എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതോടൊപ്പം തന്നെ ചൂരൽമല ദുരന്തബാധിതർക്ക് കേന്ദ്ര ഗവൺമെൻറ് സഹായം നിഷേധിച്ച സന്ദർഭത്തിലും, അതുപോലെ തന്നെ സ്ഥലം MP ആയ പ്രിയങ്ക ഗാന്ധി പോലും തിരിഞ്ഞു നോക്കാതിരുന്ന സന്ദർഭത്തിലും ഒക്കെ കേരള ഗവൺമെൻറ് ദുരന്തബാധിതരെ ചേർത്തുപിടിച്ച് 320 വീടുകളുടെ നിർമ്മാണം അവിടെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടം എന്ന നിലക്ക് ഗവൺമെൻറ് നിശ്ചയിക്കുന്ന അടിസ്ഥാനത്തിൽ ഫെബ്രുവരി മാസത്തിൽ തന്നെ 178 വീടുകൾ ഗുണഭോക്താക്കൾക്ക് കൈമാറാൻ വേണ്ടി അതിന് ആവശ്യമായ നടപടികൾ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും വയനാടിൻ്റെ വികസനത്തിൽ നാളിതുവരെ ഇല്ലാത്ത പുരോഗതിയാണ് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഒരുക്കിയിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ചേട്ടാ, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആദിവാസി സമൂഹം ഉള്ള ഒരു ജില്ല കൂടിയാണ്. അപ്പോൾ ഉന്നതികളിലേക്ക് സംസ്ഥാന സർക്കാർ നടത്തിയ, അല്ലെങ്കിൽ ആദിവാസി മുന്നേറ്റത്തിന് സംസ്ഥാന സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? അത് കൂടുതലും പ്രതിഫലിപ്പിച്ചിട്ടുണ്ടാവുക വയനാട് ജില്ലയിൽ തന്നെയായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആദിവാസികളെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിച്ചൊരു സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആദിവാസി സംവരണം 2%. എന്നാൽ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് വഴി 7000-ൽ പരം ആളുകൾക്ക് കേരളത്തിൽ ജോലി കൊടുത്തൊരു സർക്കാരാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ. പോലീസിലേക്ക്, എക്സൈസിലേക്ക്, ഫോറസ്റ്റിലേക്ക്, ഇതുപോലെയുള്ള ഒട്ടേറെ മേഖലകളിലേക്ക് ജോലി കൊടുത്ത് അവരെ ചേർത്ത് പിടിക്കുന്നൊരു സമീപനമാണ് സ്വീകരിച്ച് നമുക്ക് കാണാൻ വേണ്ടി കഴിയും.
അതുപോലെ തന്നെ ഇപ്പോൾ ഗവൺമെൻറ് ആദിവാസികൾ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ സമരത്തിൽ പങ്കെടുത്തിരുന്നു, സമരം നടത്തിയിരുന്നു അനിശ്ചിതകാലമായിട്ട്. ആ സമരത്തിലുണ്ടായ ഒത്തുതീർപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസ്ഥ എന്താ വെച്ചാൽ ഭൂരഹിതരായ 4333 ആദിവാസികൾ വയനാട് ജില്ലയ്ക്കകത്തുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വീട് വെക്കാൻ ഭൂമി മേടിക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിലാണെങ്കിൽ 3.25 ലക്ഷം രൂപയും കുറഞ്ഞ 5 സെൻറ്റ് മേടിക്കണം, മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ 4 ലക്ഷം രൂപയും കുറഞ്ഞത് 3 സെൻറ്റ് മേടിക്കണം. അവർക്ക് ഇഷ്ടമുള്ള സ്ഥലം കണ്ടെത്താം. ആദിവാസികളുടെ സ്ഥിതി ആദിവാസികളുടെ ഇതെന്താ വെച്ചാൽ അവർ ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് വളരെ ദൂരെ മാറ്റി പാർപ്പിച്ചാൽ അവർ പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അവരിപ്പോൾ താമസിക്കുന്ന ചുറ്റുപാടുകൾക്ക് അടുത്തടുത്ത് എവിടെയെങ്കിലും ഭൂമി മേടിക്കാൻ ഈ സഹായം ചെയ്യും. എത്രയോ ആദിവാസി ഉന്നതികളിൽ വൈദ്യുതി ബില്ലടയ്ക്കാത്തതുകൊണ്ട് കുടിശ്ശികയായതുകൊണ്ട് വിച്ഛേദിച്ചിരിക്കുകയാണ്. ആ കുടിശ്ശിക മുഴുവൻ കേരളത്തിലെ ഗവൺമെൻറ് ഏറ്റെടുത്തിരിക്കുകയാണ്. വയനാട്ടിൻ്റെ മന്ത്രി കൂടിയായിട്ടുള്ള പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളു മുൻകൈ എടുത്ത് വൈദ്യുതി വകുപ്പൊക്കെ ആയിട്ട് ചർച്ച ചെയ്തിട്ട് മുഴുവൻ കുടിശ്ശികയും എഴുതി തള്ളാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കേരളം ഇതൊന്നും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ്. വികസന മുന്നേറ്റ ജാഥ അതിനൊരു വഴിത്തിരിവാകും എന്ന പ്രതീക്ഷയിലാണ് കേരളം. പ്രത്യേകിച്ച് ഇക്കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യേണ്ടത് ഒന്ന് മാധ്യമങ്ങളാണ്. മാധ്യമങ്ങളും ആവട്ടെ കേരളത്തിൻ്റെ പ്രതിപക്ഷവുമാവട്ടെ നാടിന് വേണ്ടിയല്ല സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അവർക്കൊരു പ്രത്യേക അജണ്ടയുണ്ട്. ആ അജണ്ട ഇടതുപക്ഷ ഗവൺമെൻറ് മോശമാണെന്ന് ജനങ്ങൾക്കിടയിൽ ഒരു ചിത്രീകരണം നടത്തണം. ജനങ്ങൾക്കിടയിൽ ഇടതുപക്ഷ അനുഭാവികളിൽ പോലും ആശങ്ക ഉയർത്തണം. ആ രീതിയിലുള്ളൊരു നടപടിയാണ് കുറേ കാലങ്ങളായിട്ട് കേരളത്തിലെ ഭൂരിപക്ഷം മാധ്യമങ്ങളും പ്രതിപക്ഷമാവട്ടെ. ഇപ്പോൾ തന്നെ നിയമസഭയിൽ ഹൈക്കോടതി ഇന്നലെ വളരെ വ്യക്തമായി പറഞ്ഞല്ലോ, SIT ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ടുള്ള SIT ഏറ്റവും ഭംഗിയായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഹൈക്കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്. ഹൈക്കോടതിക്ക് രാഷ്ട്രീയമൊന്നുമില്ലല്ലോ, നിയമവും മറ്റു കാര്യങ്ങളെല്ലാവരും നോക്കുന്നത്. എന്നിട്ടും ഈ കാര്യങ്ങളൊന്നും ശരിയായ രീതിയിൽ അവതരിപ്പിക്കാനല്ല പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ കേരളത്തിലെ ഗവൺമെൻറ് ഒന്നും നോക്കുന്നില്ല. ആരാണോ കുറ്റക്കാർ അവർ ജയിലിനകത്താണ്. അവരുടെ രാഷ്ട്രീയം നോക്കുന്നില്ല, അവരുടെ നിലപാടുകൾ നോക്കുന്നില്ല, അവരുടെ സ്ഥാനം നോക്കുന്നില്ല, ഒന്നും നോക്കുന്നില്ല. അവരെല്ലാം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്ന നിലപാടാണ് കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത്. SITക്ക് പൂർണ്ണമായ പിന്തുണയുണ്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പക്ഷെ അതൊന്നും കാണാതെയാണ് കേരളത്തിലെ പ്രതിപക്ഷം ഒളിച്ചോടും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മാധ്യമങ്ങളും ഒരു വിഭാഗം വലിയ മാധ്യമങ്ങളും അതെല്ലാം നമ്മുടെ ഇന്നത്തെ പ്രത്യേക അവസ്ഥ വെച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ടി മാധ്യമങ്ങളെല്ലാം വിലക്കെടുത്തു നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ടി RSSൻ്റെ ഒരു അജണ്ട പ്രകാരം പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളുടെ പട്ടികയിലാണ് വലതുപക്ഷ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിനെല്ലാം അതിജീവിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നതാണ് ഈ ജാഥ. ഈ ജാഥ ജനങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുക എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തന ശൈലി, CPMൻ്റെ പ്രവർത്തന ശൈലി. അതുകൊണ്ട് ജനങ്ങളുടെ മാധ്യമങ്ങൾ എന്തെല്ലാം പുകമറ സൃഷ്ടിച്ചാലും ജനങ്ങളുടെ നേരിട്ട് ചെന്ന് സംവദിച്ച് കാര്യങ്ങൾ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ. വിനിഷ, കേരളത്തിലെ വികസനമൊന്നും തന്നെ ചർച്ച ചെയ്യാത്ത മാധ്യമങ്ങൾ, അതുപോലെ തന്നെ പ്രതിപക്ഷം, ഇവരെയൊക്കെ പൊളിച്ചെഴുതിക്കൊണ്ട് ആ ഒരു വികസന മുന്നേറ്റ ജാഥ വയനാട്ടിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അതിൻ്റെ ആവേശത്തിൽ തന്നെയാണ് വയനാട്ടിലെ ജനങ്ങൾ മുഴുവൻ. കാരണം ഏറ്റവും കൂടുതൽ വികസനം നടപ്പിലാക്കിയിട്ടുള്ളത് അത് വയനാട് ജനതയുടെ വികസനത്തിനും അല്ലെങ്കിൽ ജീവിത സാഹചര്യം മാറ്റാൻ വേണ്ടി തന്നെയാണ്. ആ ഒരു ബോധ്യം വയനാട്ടിലെ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ദുരന്തബാധിത മേഖലയിലെ ആളുകൾ ഇടതുപക്ഷത്തിനോടൊപ്പം നിന്നത്. അതുകൊണ്ട് തന്നെ ഈ വികസന മുന്നേറ്റ ജാഥ അതിൻ്റെ വരവ് വളരെ ആവേശത്തോടു കൂടി സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും വയനാട്ടിൽ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇന്ന് 3:30 വയനാടിൻ്റെ അതിർത്തിയിലേക്ക് ഈ ഒരു ജാഥ പ്രവേശിക്കും. വിനിഷ. യെസ്, ഓക്കെ. ജോഷ്ലയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. താങ്ക് യു ജോഷ്ല. ഏതായാലും ജനങ്ങളോട് സംവദിച്ച് ജനങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് തന്നെ ജനങ്ങളിൽ നിന്ന് കാര്യങ്ങൾ സ്വാംശീകരിച്ചുകൊണ്ട് ജനങ്ങളോട് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് LDFൻ്റെ വികസന മുന്നേറ്റ ജാഥ പര്യടനം തുടരുന്നത്.